എബ്രായർ 4:12 നമ്മ പഠിപ്പിക്കുന്ന നമ്മുടെ ശരീരത്തെ ദൈവവചനം തുളയ്ക്കും. ഒരു മനുഷ്യന്റെ ശരീരമോ 1 കൊരിന്ത്യർ 3:16 വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ശരീരം, നമ്മുടെ ശരീരം, നമ്മുടെ ഉടൽ കൂടാരം, മൺപുര മഹാദൈവത്തിൻ്റെ മന്ദിരം. റോമർ 2:15 നമ്മ പഠിപ്പിക്കുന്ന നമ്മുടെ മനസ്സാക്ഷി. മനസ്സ് വേറ്, മനസ്സാക്ഷി വേറ്. മനസ്സ് സൗന്ദര്യമുള്ള ഇടത്ത് ചായും, 4 ചക്രമുള്ള ഇടത്ത് ചായും, വലിയ പാർട്ടിയുള്ള സ്ഥലത്ത് മനസ്സ് ചായും, ഭരണ മന്ത്രി വന്നാൽ അങ്ങോട്ട് മനസ്സ് ചായും. മനസ്സാക്ഷി ചായുകയില്ല. റോമർ 2:15 നമ്മ പഠിപ്പിക്കുന്നു. അത് ദൈവത്തിൻ്റെ സാക്ഷിയാണ്. ആമേൻ. ഇറ്റ്സ് എ ഡിവൈൻ വിറ്റ്നസ്. റോമർ 2:15 ഒരു മനുഷ്യന്റെ മനസ്സാക്ഷി ദിവ്യ സാക്ഷിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. യോഹന്നാൻ 8-ാം അധ്യായം 6, 7, 8 വചനങ്ങളിൽ വിഭചാര കർമ്മത്തിൽ കയ്യും മെയ്യുമായി പിടിപെട്ട് ഒരു സ്ത്രീയെ പരീശന്മാരും ശാസ്ത്രിമാരും കർത്താവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ജനത്തിൻ്റെ നടുവിൽ നിർത്തി, നീ എന്ത് പറയുന്നു? ഞങ്ങളുടെ കയ്യിൽ മോശി തന്ന ന്യായപ്രമാണത്തിൽ ഇവിടെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് വകുപ്പുണ്ട്, അങ്ങ് എന്ത് പറയുന്നു? കർത്താവ് വാ തുറന്ന് പ്രസ്താവിച്ച തിരുവെഴുത്ത് വചനം, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവളുടെ മേൽ ആദ്യ കല്ലെറിയട്ടെ. ഇത് കേട്ടിട്ട് മൂത്തവരും ഇളയവരും ഒന്നൊന്നാ സ്ഥലം വിട്ട്. ഏത് കേട്ടിട്ട്? എന്തിനവർ സ്ഥലം വിട്ട്? യോഹന്നാൻ 8-ാം അധ്യായം 9-ാം വചനത്തിൽ യേശു അരുളി ചെയ്ത തിരുവെഴുത്ത് കേട്ടിട്ട്. ആമേൻ. കർത്താവിൻ്റെ പൊന്മൊഴി വായിൽ നിന്ന് പുറപ്പെട്ട് തീയെപ്പോലുള്ള വചനം കേട്ടിട്ട് എങ്ങനെ അവർ സ്ഥലം വിട്ടത്? മനസ്സാക്ഷിയുടെ ആക്ഷേപം നിമിത്തം സ്ഥലം വിട്ട്. ആമേൻ. ദൈവവചനം ശരീരത്തെ മാത്രമല്ല തുളയ്ക്കുന്നത്, ആത്മാവിനെ മാത്രമല്ല തുളയ്ക്കുന്നത്, പ്രാണനെ മാത്രമല്ല തുളയ്ക്കുന്നത്. ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഏത് കൊടുക്കൊമ്പിൻ്റെയും മനസ്സാക്ഷിയെ തുളയ്ക്കുന്ന തീയാണ് ദൈവവചനം. ആമേൻ. ഹല്ലേലൂയ. ദാനിയേൽ പ്രവചനം 5:5 വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ബാബിലോണിയൻ പാലസിൽ കെടുകെട്ടി നെബൂഖദ്നേസരുടെ മകൻ എന്നാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് ബെൽഷസ്സർ. 1000 പ്രഭുക്കന്മാരെ കൊണ്ടുവന്ന് വലിയ പാട്ട് വിരുന്ന് നടത്തി. ഭാര്യമാരും വൈപ്പാട്ടികളും സ്നേഹിതന്മാരും ഒരു വലിയ കുടിച്ച് അവർ കുമ്മാളമടിച്ച് ലഹരിയിൽ നിറഞ്ഞത് കള്ളും കഞ്ചാവും ബ്രാൻഡിയും അവർ നിറച്ചത്. അവൻ്റെ അപ്പൻ നെബൂഖദ്നേസർ എൻ്റെ അപ്പൻ്റെ ജെറുസലേം ദേവാലയത്തിൽ നിന്ന് മോട്ടിച്ചു കൊണ്ടുവന്ന പൊൻപൂജാപാത്രത്തിൽ, ദേവാലയത്തിൽ മാത്രം ഉപയോഗപ്പെടുത്തപ്പെടുന്ന പൂജാപാത്രത്തിൽ
കള്ളും ബ്രാൻഡിയും വെള്ളമും നിറച്ച് മദ്യപിച്ചു. The heaven was patiently watching his wickedness. ഇവന്റെ ദുഷ്ടതയെ സ്വർഗം മാനിറ്റർ ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ കള്ളിൻ്റെയും കഞ്ചാവുടെയും ജടികത്തിൻ്റെയും ഉല്ലാസ ബോധ മയക്കം അവൻ്റെ തലച്ചോറിൽ പിടിച്ചപ്പോൾ പൊന്നും മണ്ണും കൊണ്ട് ചെയ്യപ്പെട്ട വിഗ്രഹത്തെ ഇവർ സ്തുതിച്ചു. അപ്പോൾ സ്വർഗം അലർട്ടായി. സ്വർഗത്തിൽ നിന്ന് ഒരു കൈപ്പത്തി ഇറങ്ങി ഇവൻ്റെ പാലസിൻ്റെ കൊട്ടാരത്തിൻ്റെ വെള്ളപ്പൂശപ്പെട്ട ചുവരിൽ കൈപ്പത്തിയുടെ വിരലുകൾ എഴുതി. കൈപ്പത്തി കണ്ട ഉടൻ തന്നെ ബെൽഷസ്സറുടെ മുട്ടുകൾ ആടാൻ തുടങ്ങി. അവൻ്റെ അയപ്പുകൾ അഴിഞ്ഞ് അവൻ ഭയപ്പെട്ട് അവൻ്റെ സമാധാനം അവനെ വിട്ടുപോയി. ഇത് എന്താണ് കാരണം? സംതിങ് ഈസ് റിട്ടേൺഡ്, ഇറ്റ് ഈസ് ടെറിബിൾ, ഐ കനോട്ട് ബിയർ, ഐ ആം ഫ്രൈറ്റൻഡ്. അവൻ നിലവിളിച്ചപ്പോൾ അവൻ്റെ നാട്ടിലുള്ള സർവ്വ PhD-കാരെയും കൊണ്ടുവന്ന് അവർക്ക് ഒരു ചുക്കും അറിഞ്ഞുകൂടാ. ആരോ ഒരാൾ പറഞ്ഞു കൊടുത്ത് ഒരു ദൈവഭക്തനുണ്ട്, അവൻ ആത്മനിറവ് പ്രാപിച്ചവൻ, പേര് ദാനിയേൽ. ദാനിയേലിനെ കൊണ്ടുവന്ന് ദാനിയേൽ വ്യാഖ്യാനിക്കുന്നു. ദാനിയേൽ 5-ാം അധ്യായം 24-ാം വചനത്തിൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ആ കൈപ്പട്ടിയുടെ വിരലുകൾ ചുവരിൽ എഴുതിയത് ദേവാടി ദൈവത്തിൻ്റെ തിരുവെഴുത്താണ്. ആമേൻ, ഹല്ലേലൂയ. ആ തിരുവെഴുത്തിൽ ജീവനുണ്ട്. ആ തിരുവെഴുത്ത് ബെൽഷസ്സർ രാജാവേ, നിന്നെ അടിച്ച് ഉടച്ച് നിരപ്പാക്കുന്ന ചുറ്റികയാണ്, നിന്റെ ഉള്ളിനെ തുളയ്ക്കുന്ന അഗ്നിയാണ്. ഒരു 20 ആണ്ടുകൾക്ക് മുമ്പ് നിങ്ങളുടെ പോങ്ങമൂട്, ട്രിവാൻഡ്രമല്ല, ഇവിടുത്തെ പോങ്ങമൂട്, അതിൻ്റെ അടുത്ത് പുന്നാവൂർ, ഒരു വലിയ റബ്ബർ എസ്റ്റേറ്റിൽ, ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ഇവാഞ്ചലിസ്റ്റ്, തമ്പി എന്നുള്ള ഇവാഞ്ചലിസ്റ്റ് എന്നെ വിളിച്ച് 3 നാൾ സുവിശേഷ യോഗം നടത്തി. 5000-ത്തിലധികം ആ കുഗ്രാമത്തിൽ റബ്ബർ എസ്റ്റേറ്റ് നിറഞ്ഞ് വഴിഞ്ഞ് ഒഴുകി. ഇവിടെ ആത്മാവിൻ്റെ ഹാർവെസ്റ്റ്. മറുഭാഗത്തിൽ കുറച്ച് കള്ളുകുടിയന്മാർ, ദുഷ്ടന്മാർ ഈ കൂട്ടത്തെ ഒന്ന് കലക്കുവാൻ പദ്ധതി ഒരുക്കി. ഷിബു എന്നുള്ള ഒരു ചെറുപ്പക്കാരനെ ഗംഗണം കെട്ടി ഒരുക്കി. പ്രസംഗം തീയായി ഇറങ്ങുമ്പോൾ ഇവൻ ആ കൂട്ടത്തിലെടുത്ത് ചാടി. ഫുൾ തണ്ണി വെള്ളം. ഷിബു ഇവിടെ സാക്ഷി പറഞ്ഞിട്ടുണ്ട് വന്ന്. അപ്പോൾ സംഘാടകർ ഇവനെ ഒന്ന് മിനുക്കുവാൻ ഒരുങ്ങപ്പെട്ടപ്പോൾ പ്രസംഗം നിർത്തിയിട്ട് ഞാൻ ഇടപെട്ട് പറഞ്ഞ്, നിങ്ങളാരും അവനെ തൊടരുത്, എൻ്റെ ദൈവം അവനെ ഇപ്പോൾ തൊടും. എൻ്റെ ദൈവത്തിൻ്റെ വചനം നാളേക്ക് തൊടുമെന്നല്ല, ഇപ്പോൾ തൊടുന്നത് നിങ്ങൾ കാണും. ദൈവവചനമെന്നുള്ള തീ ഇറങ്ങി ഷിബുവിനെ തൊട്ട് അടിച്ച് തറയിലിട്ട് ബോധം പോയി. സംഭവിച്ചത് 8:30. പിറ്റേ ദിവസം അതിരാവിലെ വരെ അതേ മയക്കത്തിൽ ആ ഗ്രൗണ്ടിൽ കിടന്ന്. എഴുന്നേറ്റപ്പോൾ ആ പൗലപ്പോസ്തലൻ എങ്ങനെ എഴുന്നേറ്റുവോ, പുത്തം പുതു ഹൃദയവുമായി. അവൻ അന്ന് വരെ ചെയ്ത പാപ സ്വഭാവം കർത്താവിന് വെളിപ്പെടുത്തി കൊടുത്ത് അവിടെ കിടന്ന് കരഞ്ഞ് പുത്തം പുതു മനുഷ്യനായി. അന്ന് മുതൽ കള്ള് ഏന്തിപ്പിടിച്ച അവൻ്റെ കൈ കറുത്ത പുസ്തകം ചുമക്കാൻ തുടങ്ങി. തൊട്ടടുത്ത 2-ാം ശനിയാഴ്ച ആരാധന ഇവിടെ സാക്ഷി പറഞ്ഞ്, പുതുവർഷ സ്തോത്രോത്സവത്തിൽ സാക്ഷി പറഞ്ഞ്, ഇതൊന്നും സങ്കല്പമല്ല, സുന്ദർ സിംഗ് കൊണ്ട് നടക്കുന്നത് കിളവിക്കഥയല്ല, ഇത് തീയാണ് മക്കളെ. വചനം തീയാണ്. വചനം ചുറ്റിക പോലെ
വചനം തീ പോലെ. എൻ്റെ പ്രിയൻ വാനിൽ നിന്ന് എഴുന്നള്ളിടുന്നു, മാറ്റൊലി ഞാൻ കേട്ടിടുന്നു നാട്ടിലെങ്ങുമേ. എൻ്റെ പ്രിയൻ. കൈകളെ ഉയർത്തി, കൈകളെ ഉയർത്തി, കൈകളെ തട്ടി. ആമേൻ, 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 ആമേൻ. പോരാ, 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 പോരാ. ആത്മാവിൽ നിറഞ്ഞ്, ആത്മാവിൽ നിറഞ്ഞ്, ആത്മാവിൽ നിറഞ്ഞ് എല്ലാ ആളുകളും ശക്തിയോടെ, ശക്തിയോടെ, ശക്തിയോടെ. സങ്കീർത്തനം 119:28 എസ്രാ ശാസ്ത്രികൾ തന്ന്, ദൈവമേ അങ്ങയുടെ വചനപ്രകാരം എന്നെ ബലപ്പെടുത്തണമേ. ആമേൻ. വചനം അടിച്ച് നിരപ്പാക്കി മിനശപ്പെടുത്തുന്ന വിശ്വസ്തതയുടെ പരിശുദ്ധി, സമർപ്പണത്തിൻ്റെ പരിശുദ്ധി, മാനസാന്തരത്തിൻ്റെ പരിശുദ്ധി അന്നന്ന് നാൾക്ക് നാൾ പുതുക്കം തന്ന് ഒടുക്കത്തെ നാളിൽ ദൈവസന്നിധിയിൽ ഉത്സാറായി നടത്തുന്ന പരിശുദ്ധി. അന്നുള്ള കണക്ക് തീർത്ത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവമായുള്ള ആ ബന്ധത്തിൽ മുമ്പോട്ട് പോയാൽ ഒടുക്കത്തെ നാളിൽ നിന്റെ കാല് വിറയ്ക്കത്തില്ല. എസ്രാ ശാസ്ത്രികൾ ചെന്ന്, ദൈവമേ അങ്ങയുടെ വചനപ്രകാരം എനിക്ക് ബലം തരണമേ. വചനം ചുറ്റിക മാത്രമല്ല, തീ മാത്രമല്ല, നമുക്ക് ബലം. ഈ വചനം കണ്ടെത്തി ഭക്ഷിക്കുന്നവന് ബലം. 120 ആണ്ടുകൾ എൻ്റെ പിതാവ് നോഹ ഒറ്റയ്ക്ക് പ്രസംഗിച്ചു. മക്കൾ കളിയാക്കി, വെള്ളം വരുന്നേ കൊണ്ടുപോകും. ഇവർ പോയത് സീരിയലൈറ്റ് കാണാൻ, ക്രിസ്മസിൻ്റെ മാഞ്ഞർ കാണാൻ, ഉണ്ണിയേശുവിനെ കാണാൻ, സർക്കസ് കാണാൻ. അവിടെ ബൈബിളിലുണ്ട്, നിന്നെക്കുറിച്ചുള്ള ചരിത്രം ബൈബിളിലുണ്ട്. എന്ത് പുതുവർഷം, എന്ത് ഉപവാസം. ആ മക്കളെ, നമുക്ക് പോകാം ലൈറ്റ് കാണാൻ, സർക്കസ് കാണാൻ, കല്യാണം. ഒന്നും മുടക്കല്ലേ. ആ പട്ടക്കാരനെയും കൊണ്ട് ബിക്കിനിക്ക് കീറി അറുത്തുക്കളയും, എന്നെ അറുത്തുക്കളയും. എപ്പോഴും ദൈവഭയത്തോടിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നോഹ 120 ആണ്ടുകൾ പ്രസംഗിച്ചിട്ടും മത്തായി സുവിശേഷം 24:37 എടുത്ത് അണ്ടർലൈൻ ചെയ്യും, എടുത്ത് അണ്ടർലൈൻ ചെയ്യും. തിന്നുന്നത് പാപമല്ല, തിന്ന് കുടിച്ച് കൊണ്ട് ഇതൊന്നും പാപമല്ല, മനുഷ്യൻ്റെ ആവശ്യമുള്ളതാണ്. കൊടുത്ത് പ്രസവിച്ച് വീട് കെട്ടി അവസാനം വെള്ളം വന്ന് ഇവരെ മരണം വാരിക്കൊണ്ട് പോകുന്നത് വരെ ഇവർ അറിഞ്ഞില്ല. ഈ ഗതിയിലാണ് നിങ്ങളിൽ 90% ആളുകളും. എത്ര പറഞ്ഞാലും സാന്ത ക്ലാസ് തൊപ്പി വിടത്തില്ല. എത്ര പറഞ്ഞാലും ഉണ്ണിയേശുവിനെ വിടത്തില്ല, മരിയാസ്തുതി വിടുകയില്ല. എത്ര പറഞ്ഞാലും അങ്ങോട്ട് കിടക്കുന്നില്ല, എനിക്ക് സമയമില്ല, എനിക്ക് എൻ്റെ അപ്പൻ്റെ പേര് പറയുവാൻ പോലും എനിക്ക് ഉള്ള സമയമേ ഉള്ളൂ. നേരായിക്കൊള്ളുക, മരണം വാ തുറന്നിരിക്കുന്നു, പിടിച്ചു കൊണ്ടുപോകും.
നോഹയുടെ കാലത്ത് വെള്ളം വന്ന് വാരിക്കൊണ്ട് പോയപ്പോൾ പോലും അവർ അറിഞ്ഞില്ല. അവൻ പ്രസംഗിച്ചത് 120 ആണ്ടുകൾ. കണ്ടെത്തി ഭക്ഷിക്കണം, ഫൈൻഡ് ഔട്ട് ആൻഡ് ഈറ്റ്. എന്നാൽ വചനം ആനന്ദം. ജെറമ്യ 15:16. കണ്ടെത്തി വചനം ഭക്ഷിച്ചാൽ വചനം നിനക്ക് ആനന്ദം, വചനം നിനക്ക് ആശ്വാസം. ആശ്വാസം നൽകുന്നത് നെഹെമ്യ 8:10 ദൈവത്തിങ്കൽ ആ ബലം നൽകുന്നത്, ദൈവത്തിങ്കൽ ആ സന്തോഷം നൽകുന്നത്, ദൈവത്തിങ്കൽ നിനക്ക് ബലം. ആമേൻ. വചനം നൽകുന്നത് ആനന്ദം. രണ്ടാമത് വചനം നൽകുന്നത് 1 തെസ്സലോനിക്കർ 4:18 ആശ്വാസം. ആശ്വാസം. പൗലോസ് തെസ്സലോനിക്ക സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ എഴുതുന്നു, ക്രിസ്തുവിൽ മരിച്ചവൻ അങ്ങനെ കിടക്കും എന്നല്ല, അവൻ ഉയർക്കുമെന്നാണ്. 1 തെസ്സലോനിക്ക 4:16 ഈ വചനം കൊണ്ട് കംഫേർട്ട് യുവർ സെൽഫ്. കംഫേർട്ട് യുവർ സെൽഫ്. അങ്ങനെ ഉയർക്കണമെങ്കിൽ നീ ക്രിസ്തുവിൽ ജീവിക്കണം. ക്രിസ്തുവിൽ ജീവിക്കുന്നവൻ ക്രിസ്തുവിൽ മരിക്കും. ക്രിസ്തുവിൽ മരിച്ചവൻ ക്രിസ്തുവിൽ ഉയർക്കും. ആ വചനം നിനക്ക് ആശ്വാസം നൽകും. ആശ്വാസം നൽകുന്നത് 2 കൊരിന്ത്യർ 1:4 നിനക്ക് ബലം. വചനത്താൽ ഉള്ള ആനന്ദം നിനക്ക് നൽകുന്നത് ദൈവത്തിങ്കലുള്ള ബലം. വചനം നൽകുന്ന ആശ്വാസം നിനക്ക് നൽകുന്നത് യേശുവിൽ ഉള്ള ബലം. അത് എഫേസ്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് ക്ലിയറാക്കി പറയുന്നു. എഫേസ്യർ 6:17 വചനം എന്നുള്ള ആത്മാവിൻ്റെ വാൾ. കർത്താവ് മിനിസ്ട്രിയുടെ പ്രാരംഭത്ത് ശിഷ്യന്മാരോട് പറഞ്ഞ്, ഏതായാലും എൻ്റെ പുറകെ വന്നല്ലോ, ഒരു വാള് കൂടെ കയ്യിൽ വെച്ചോളണം. എൻ്റെ കയ്യിൽ ഒരു വാൾ എപ്പോഴും ഉണ്ട്, വചനമെന്നുള്ള വാള്. ലൂക്കോസ് സുവിശേഷം 22:36 Take a sword with you. Take a sword with you for your protection. വചനം കേട്ട് ഇവൻ ആരെന്ന് അവർ മനസ്സിലാക്കിയപ്പോൾ ഇവൻ ഒരു തച്ചൻ്റെ മകനല്ല, യഹോവ ദൈവത്തിൻ്റെ ഏകജാതൻ. തകർക്കപ്പെടുവാൻ, നിനക്ക് വേണ്ടി തകർക്കപ്പെടുവാൻ ഈ ഭൂമിയിൽ വന്നവൻ എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ വാള് ഉറയിൽ ഇടുക. ഇനി എൻ്റെ വചനം എന്നുള്ള വാള് നിനക്ക് മതി. മനസ്സിലായില്ല? എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6:17 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന എഫേസ്യർ 6:17 വചനം എന്നുള്ള ആത്മാവിൻ്റെ വാള്. യേശുദാണ് കൊണ്ട് നടന്നത്. ദുഷ്ടൻ ലൂക്കോസ് 4:4 പിശാസിനെ ജയിച്ചത് വചനമെന്നുള്ള വാൾ കൊണ്ട്. ശത്രു പട്ടാളത്തെ ജയിച്ചത് യോഹന്നാൻ 8:46 നിങ്ങളിൽ എന്നിൽ പാപം ഉണ്ടെന്ന് നിങ്ങളിൽ ആർക്ക് എന്നിൽ ബോധമരുത്തുവാൻ കഴിയും. വന്ന് നിന്ന് പ്രസംഗം കേട്ട പടകൂട്ടം മുമ്പിൽ പോലും ഒരടി ചവിട്ടാതെ പുറകോട്ട് പോയി അയച്ച പരീശനോടും ശാസ്ത്രിയോടും പറഞ്ഞ്, ഇവൻ പ്രസംഗിച്ചതുപോലെ ആരും ഒരു നാളും പ്രസംഗിച്ചിട്ടേയില്ല. വാളത് ശത്രു പട്ടാളത്തിൻ്റെ വാല് മുറിച്ച് കളഞ്ഞ വചനം എന്നുള്ള വാള്. ശത്രു സാത്താൻ്റെ വാല് വെട്ടിക്കളഞ്ഞ വചനം എന്നുള്ള വാള്. ഒടുക്കത്തെ ശത്രുവായ മരണത്തെ വിഴുങ്ങിക്കളഞ്ഞ വചനം എന്നുള്ള വാള്.
ഹെരോദാവും മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലെ നോബിൾ ഓഫീസർ തൻ്റെ മകൻ മരണക്കിടക്കിൽ കിടക്കുന്ന യേശുവിൻ്റെ പാദത്തിൽ വന്ന് വീണ് യേശു വാള് തൻ്റെ കയ്യിലെടുത്ത് യോഹന്നാൻ 4:50 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, പോയിക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്ന വചനമെന്നുള്ള വാള്. അപ്പോൾ തന്നെ അവൻ്റെ ഉള്ളിൽ ജീവൻ വന്ന് ആ സെക്കൻഡിൽ പത്മോസ് ദ്വീപിൽ കിടക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹമുള്ള അപ്പോസ്തലനും ശിഷ്യനുമായ യോഹന്നാൻ, അവിടെ വേറെ ആരുമില്ല, ഒറ്റയ്ക്കൊരു മനുഷ്യൻ, ഉയരത്തിലേക്ക് നോക്കിയപ്പോൾ ഒരു വെള്ളക്കുതിര. വെളിപ്പാട് പുസ്തകം 19:11 ഒരു വെള്ളക്കുതിര, സ്വർഗത്തിലെ ഒരു വെള്ളക്കുതിര. വെള്ളക്കുതിരയിലിരിക്കുന്ന അനേക രാജമുടികൾ ധരിച്ച ഒരുവൻ, അവൻ്റെ കണ്ണുകൾ അഗ്നി ജ്വാല. അവൻ്റെ പേര് 1 വിശ്വസ്തൻ, 2 സത്യവാൻ. ആരെന്നറിഞ്ഞുകൂടാ. അവൻ്റെ ഉടുപ്പിന് അവൻ നോക്കി. അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഉടുപ്പ് രക്തം തളിച്ച ഉടുപ്പ്. രക്തം തളിച്ചതല്ല മക്കളെ, രക്തത്തിൽ നനഞ്ഞ ഉടുപ്പ്, രക്തത്തിൽ മുക്കിയെടുത്ത ഉടുപ്പ്. ഹിസ് ഗാർമെന്റ് വാസ് നോട്ട് സ്പ്രിങ്കിൾഡ് വിത്ത് ബ്ലഡ്. മലയാള ട്രാൻസ്ലേഷൻ തെറ്റാണ്. തളിച്ചെടുത്തതല്ല, മുക്കിയെടുത്തതാണ്. അവനെ ഇങ്ങ് അയച്ചത് ഒരു ചെറിയ മുറിവ് കൽപ്പിക്കുവാനല്ല, തകർത്ത് കളയുവാൻ. 53:10 പിതാവാം ദൈവം തൻ്റെ ഏകജാതന് നിങ്ങൾക്ക് വേണ്ടി എനിക്ക് വേണ്ടി തകർത്ത് കളയുവാൻ അവന് ഇഷ്ടം തോന്നി. തകർത്തപ്പോൾ ഉടുപ്പ് തളിക്കപ്പെടുകയില്ല, അത് മുക്കിയെടുത്തതുപോലെ അത് നനയും. ഇറ്റ് ഷാൽ ബി ഡിപ്ഡ് ഇൻ ബ്ലഡ്, ഡിപ്ഡ് ഇൻ ബ്ലഡ്. കണ്ടാൽ ആളല്ല, ഒരു 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 പീസ് ഫ്ലഷിനെ തകർത്ത് തൂക്കിവിട്ടതുപോലെ ഐസയ അത് കാണുന്നു. ഓ, ഇറ്റ് ഈസ് നോട്ട് എ പേഴ്സൺ, ഇറ്റ് ഈസ് എ പീസ് ഓഫ് ഫ്ലഷ്. 52:14 ഐസയ 52:14 കണ്ടാൽ ആളല്ല എന്നുള്ള രൂപം, ഡിസ്ഫിഗേർഡ്. അങ്ങനെയാണെങ്കിൽ വന്ന രക്തം സ്പ്രിങ്കിൾ ചെയ്തതല്ല, അവൻ്റെ ഉടുപ്പിനെ മുക്കിയെടുത്ത ഉടുപ്പുമായി, രക്തത്തിൽ മുക്കിയെടുത്ത ഉടുപ്പുമായി വെള്ളക്കുതിരയിന്മേൽ ഒരുവൻ. അപ്പോൾ യോഹന്നാന് മനസ്സിലായി, വേറെ ആരുമല്ല, എൻ്റെ പ്രാണൻ യേശു, എൻ്റെ പ്രാണൻ യേശു. അടുത്ത വചനത്തിൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന അവൻ്റെ പേര് 13-ാം വചനം, വെളിപ്പാട് പുസ്തകം 19:13 അവൻ്റെ പേര് രക്തത്തിൽ മുക്കിയെടുത്ത ഉടുപ്പുമായി വെള്ളക്കുതിരയിന്മേൽ അനേക രാജമുടികൾ ധരിച്ചു അഗ്നി കണ്ണുകളുമായി ഇരിക്കുന്ന ഇവൻ്റെ പേര് ദൈവവചനം. ആമേൻ. ദൈവവചനം. അമേരിക്കയിൽ കാട്ടുതീ വാർത്ത വായിച്ചോ? ലോസ് ഏഞ്ചൽസ് ബോളിവുഡ് പട്ടണം കത്തി നശിച്ചു. ഇതുവരെ കൺട്രോൾ ആയിട്ടില്ല. 24 മണിക്കൂറിൽ 15,000 ഏക്കർ കത്തി നശിച്ചു. ഇത് സംഭവമാണ്, നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. ഇതിൽ അല്പം സങ്കല്പം കൂടെ ചേർത്ത് നമുക്ക് സത്യത്തിലേക്ക് കടക്കാം. ആരോ ഒരാൾ ചോദിച്ച്, തീയേ നീയാണു ശക്തൻ. തീ പറഞ്ഞ്, അല്ല, ഒരു ബക്കറ്റ് വെള്ളം ഇതിൽ വിട്ടാൽ ഞാൻ അണഞ്ഞു പോകും. അപ്പം വെള്ളമാണ് ശക്തൻ. അയാൾ വെള്ളത്തോട് ചോദിച്ചു, വെള്ളമേ
നീയാണോ ശക്തൻ? അല്ല, അല്ല. സൂര്യൻ പ്രകാശത്തോടും ചൂടോടും പ്രകാശിച്ചാൽ വെള്ളം വായുവായി മേഘമായി ഉയർന്ന് അപ്രത്യക്ഷമാകും. അങ്ങനെയാണെങ്കിൽ മേഘമാണ് ശക്തൻ. മേഘമേ, മേഘമേ, നീയാണ് ശക്തൻ. മേഘം പറഞ്ഞ് എന്നെ തടുത്ത് നിർത്തുവാൻ അതാ കണ്ടോ പർവ്വതം, അവനാണ് ശക്തൻ. പർവ്വതത്തോട് ചോദിച്ച്, പർവ്വതമേ, പർവ്വതമേ, നീയാണോ ശക്തൻ? പർവ്വതം പറഞ്ഞ് അതാ വരുന്ന മനുഷ്യൻ ബുൾഡോസറുമായി എന്നെ ഇടിച്ച് തകർക്കാൻ. മനുഷ്യനാണ് ശക്തൻ. മനുഷ്യ, മനുഷ്യ, നീയാണോ ശക്തൻ? മനുഷ്യൻ മറുപടി നൽകി, അല്ല, എന്നെ വിഴുങ്ങിക്കൊണ്ടു പോകുവാൻ മരണം വരുന്ന്. മരണമാണ് ശക്തൻ. മരണത്തോട് ചെന്ന് ചോദിച്ച്, മരണമേ, മരണമേ, നീയാണോ ശക്തൻ? ഞാൻ ഒരു പരിധി വരെ ശക്തൻ തന്നെയാണ്. എനിക്കുള്ള അധികാരം എല്ലാ മനുഷ്യരെയും ഞാൻ വിഴുങ്ങിക്കളയും. പക്ഷെ എന്നെ കൊണ്ട് വിഴുങ്ങുവാൻ കഴിയാത്ത ഒരു ശക്തനുണ്ട്. അവൻ്റെ പേരാണ് ക്രിസ്തു യേശു. ആ ശക്തന്റെ മുമ്പിലാണ് നീ ഇരിക്കുന്നത്. വചനം ജഡമായി, അതാണ് ആ ശക്തൻ. വചനമാണ് ശക്തി ഉള്ളത്. പുല്ല് ഉണങ്ങുന്നു, പൂ വാടിപ്പോകുന്നു. ദൈവവചനമോ എന്നേക്കും നിലനിൽക്കാം.